ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പീനട്ട് ബട്ടറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീട്ടിലെങ്ങനെ പീനട്ട് ബട്ടർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പീനട്ട് ബട്ടർ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓൾറെഡി ഓൺ ആക്കിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ചൂടായ പാനിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിൽക്കണം, കപ്പലണ്ടി നല്ലതായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തിലിട്ട് കൊടുക്കാം. ചെറുതായിട്ടും തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ തൊലിയെടുക്കാം. ഇപ്പോൾ കപ്പലിൻ്റെ തൊലിയെല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നിർത്തി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ പൾസ് അടിക്കുമ്പോൾ ഇങ്ങനെ വരും. ചെറുതായിട്ട് പൊടിയായിട്ടുണ്ട്. നമുക്ക് കാണാം കുറച്ചും കൂടി ഇത് കുഴഞ്ഞിരിപ്പുണ്ട്. നിർത്തി ഇങ്ങനെ പൊടിച്ചെടുക്കണം. അപ്പം പതുക്കെ ഈ കപ്പലിൻ്റെക്കകത്തു നിന്നിങ്ങനെ എണ്ണ ഇങ്ങനെ ഇറങ്ങി വരും. ഇതായിപ്പോൾ നോക്കണ്ടില്ല, എണ്ണയൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് അടിക്കാം. ഇതിനകത്തൂടെ 2 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇതൊന്നുകൂടെ മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ പറ്റും. ഒരു പിഞ്ച് ഉപ്പ് ഇടണം. സ്റ്റാർട്ടിങ്ങിൽ ഇടാൻ ഞാൻ മറന്നു ഇടാൻ. പീനട്ട് ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പീനട്ട് ബട്ടർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. കുറച്ചും കൂടി ലിക്വിഡായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഓയിൽ ആഡ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഓയിലൊന്നും ഇട്ടിട്ടില്ല. ഓയിലായിട്ട് അതായത് ഒലിവ് ഓയിൽ, പീനട്ട് ഓയിൽ, അതുപോലെ സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പീനട്ട് ബട്ടർ ഇങ്ങനെ നല്ല കുറച്ച് ലിക്വിഡായിട്ട് കിട്ടും. താങ്ക് യു.